അത് അലൈക്കും എന്ന് പറഞ്ഞാൽ ബഹുവചനമാണ്. നിങ്ങൾ കുറെ പേരെന്നാണ്. ഒരാളെ കണ്ടാലും കൂടുതൽ ആളെ കണ്ടാലൊക്കെ നമ്മൾ അലൈക്കും എന്നാണ് പറയാ. ഒരാളെ കണ്ടാൽ എന്താ അസ്സലാമു അലൈക്കും എന്ന് പറയുന്നത്? നിങ്ങൾ എന്നാണല്ലോ പറയുന്നത്, ബഹുവചനല്ലേ. അലൈക്ക നീ എന്നാണ് പറയേണ്ടത്. നിന്റെ പേരിൽ അല്ലാഹ് സലാം ഉണ്ടാട്ടെ എന്നാണ് ഒരാളോട് പറയേണ്ടത്. പക്ഷേ അവിടെയും പറയാ അലൈക്കും എന്നാണ്, നിങ്ങൾ എന്ന്. അത് അവരെ കൂടെയുള്ള മലക്കുകളെയും മറ്റുമൊക്കെ പരിഗണിച്ചാണ് അലൈക്കും എന്ന് പറയുന്നത്. ഓരോ മനുഷ്യന്റെയും കൂടെ മലക്കുകളുണ്ട്. അവനെ നന്മ എഴുതാനും തിന്മ എഴുതാനും മലക്കുകളുണ്ട്. അങ്ങനെ കുറെ പരിഗണന വെച്ചുകൊണ്ടാണ് ഒരാളോട് നമ്മൾ അലൈക്കും എന്ന് പറയുന്നത്. ഇവിടെ നോക്ക്, നിങ്ങൾ മുന്നിലുള്ള ഒരാളോട് പറയും പോലെ അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യ്, നബിയേ അങ്ങയുടെ മേൽ അല്ലാഹുവിന്റെ സലാം ഉണ്ടാകട്ടെ. അല്ലാഹുവിനോടാണ് ഇതുവരെ നമ്മൾ പറഞ്ഞത് ഇയ്യാക നഅ്ബുദു, പടച്ചവനെ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. വയ്യാക നസ്തഈൻ, നിന്നോട് സഹായം ചോദിക്കുന്നു. ഇതൊക്കെ ഇയ്യാക നിന്നെ നിന്നെ എന്ന് പറഞ്ഞ് അള്ളാഹിനോട് അഭിസംബോധന ചെയ്യുന്നതിനിടയിൽ അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു, നബിതങ്ങളോടൊരു അഭിസംബോധന നടത്തണം. നമ്മൾ അഭിസംബോധനം നടത്തി സലാം ചൊല്ലിയാൽ മാത്രമേ നിസ്കാരം ശരിയാകുള്ളൂ. ഇത് ഒരു മുഅ്മിൻ ഒരു ദിവസം 5 നേരം നിർബന്ധമായും പറഞ്ഞിരിക്കണം. 5 സലാം ഒരു മുഅ്മിൻ ഒരു ദിവസം അസ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നിർബന്ധമായി ചൊല്ലിയിരിക്കണം. അപ്പോൾ ഒരു മുഅ്മിൻ, ഒരു വിശ്വാസി നബിയുമായി അല്ലാഹു തആല കണക്ട് ചെയ്ത് നോക്കൂ. നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങളുമായിട്ട് ഒരു വിശ്വാസിയെ അല്ലാഹു കണക്ട് ചെയ്തത് നോക്കൂ നിങ്ങൾ. അപ്പോൾ എല്ലാ ദിവസവും മുഅ്മിൻ 5 നേരം റസൂലുള്ളാഹി തങ്ങളുടെ മൗലിദ് ആലപിച്ചുകൊണ്ടിരിക്കുകയാണ്. മൗലിദ് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ മദ്ഹ്, റസൂലുള്ളാഹിനോട് സലാം ചൊല്ലുക, ഇതൊക്കെ മൗലിദാ. നമ്മൾ സലാം ബൈത്ത്, മൗലിദിന് സലാം ബൈത്തുണ്ട്. അസ്സലാമു അലൈക യാ ഖൈറൽ അജായിർ സലാമു അലൈക. നമ്മൾ റസൂലുള്ളാഹിന്റെ മേൽ സലാം പറഞ്ഞുകൊണ്ട് സലാം ബൈത്ത് മൗലിദിൽ ചെല്ലാറുണ്ട്. സലാം പറയൽ മൗലിദാണ്, മദ്ഹ് പറയൽ മൗലിദാണ്. ഖുർആൻ ഓതുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്സിൽ ഖുർആൻ ഓതും മൗലിദിന്റെ ഭാഗമായിട്ട്. കാരണം നബിതങ്ങളുടെ ഏറ്റവും വലിയ മുഅ്ജിസത്ത് വിശുദ്ധ ഖുർആനാണ്. അപ്പോൾ ഒരു മുഅ്മിൻ നബിയെ മാറ്റി നിർത്തിയിട്ട് ഒരിക്കലും ഒരു മുഅ്മിന് വിശ്വാസിയായി തുടരാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം